നല്ലൊരു ബ്യൂട്ടിഫുൾ ഓണം മെറ്റീരിയലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. നല്ല ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ഇന്നും ഓണം സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക്. വാട്സാപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിതിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിങ്ങിന് മാത്രമേ എക്സ്ട്രാ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ഓണം കളക്ഷൻസിൽ ഫസ്റ്റ് സാരി ഞാനിപ്പം ഉടുത്തിരിക്കുന്ന ടൈപ്പിൽ വരുന്ന സാരീസ് ആട്ടോ വരുന്നത്. നല്ലൊരു ഓണം കളർ തീമിൽ തന്നെയാണ് സാരി വരുന്നത്. സാരിയുടെ ഫാബ്രിക് ആണെങ്കിൽ ഇത് വരുന്നത് ഒരു ചന്തേരി ലിനൻ മിക്സാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. പ്യുവർ ലിനനും ചന്തേരി സിൽക്കും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് സാരി വരുന്നത്. ഓണം കളർ തീം തന്നെ നല്ലൊരു ഐവറി ക്രീം, പേൾ ക്രീമിലാണ് വരുന്നത്. ബനാറസി സ്റ്റൈലുള്ള ബോർഡേഴ്സാണ് സാരിക്ക് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഇതിൽ ആപ്ലിക് വർക്കും ഹാൻഡ് വർക്കുമാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഡിജിറ്റൽ പ്രിൻറ്റോ സ്ക്രീൻ പ്രിൻറ്റോ ഒന്നുമല്ല, ഇത് ആപ്ലിക് വർക്കാണ്. ഫുൾ സാരിയിലും ആപ്ലിക് വർക്ക് വന്നിട്ട് അതിൽ ഓരോ വർക്കിൻ്റെയും ഹൈലൈറ്റ് ചെയ്യുന്നത് ഹാൻഡ് വർക്കാണ്. അതിൽ ഫ്രഞ്ച് നോട്ട്സും ബുള്ളി നോട്ട്സും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് സാരിയും വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സാരി, അതുകൊണ്ട് ഞാനത് ഉടുത്ത് കാണിക്കുന്നത് കേട്ടോ. നല്ലൊരു ഡിസൈനിലാണ് സാരി വരുന്നത്. പ്ലീറ്റ്സിൻ്റെ പോർഷൻ കണ്ടോ, ഇങ്ങനെ നല്ല നീറ്റ് പ്ലീറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഓരോ പ്ലീറ്റ്സിലും ആ ഒരു ആപ്ലിക് വർക്കും അതിൽ ഹാൻഡ് വർക്കും വരുന്നുണ്ട്. കൂടാതെ ബോർഡർ ആണെങ്കിലും കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഫുൾ നമ്മുടെ ബാക്ക് സൈഡ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹാൻഡ് വർക്കും ആപ്ലിക് വർക്കും വരുന്നുണ്ട്. ഫുൾ ബോഡിയിലും വരുന്നുണ്ട്. പല്ലു നല്ലൊരു സ്വാൻ ആട്ടോ, ഒരു സ്വാൻ പീക്കോക്ക് ആ ഒരു പാറ്റേണിലുള്ള മോട്ടീവ്സ് വന്നിട്ട് ഫുൾ ഹാൻഡ് വർക്കിലും ആപ്ലിക് വർക്കിലും വരുന്നത്. ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരും കേട്ടോ വർക്കിൻ്റെ. കണ്ടോ ഇത് കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ പാറ്റേണുള്ള ആപ്ലിക് വർക്ക് വന്നിട്ട് അതിലിപ്പോൾ ഇതിൽ ബ്ലൂ ആണ് ഫ്രഞ്ച് നോട്ട്സ് വന്നിരിക്കുന്നത്. ഇതിൽ യെല്ലോ ഫ്രഞ്ച് നോട്ട്സ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. ഡിഫറെൻറ്റ് കളർ പാറ്റേണിലായിരിക്കും ഒരു വർക്ക് വരുന്നത്. മസ്റ്റേർഡ്, യെല്ലോ, ബ്ലൂ, റെഡ് ആ ഒരു പാറ്റേണിലായിരിക്കും. ബോഡി ഫുൾ അതേ സ്റ്റൈലിൽ തന്നെ ഹാൻഡ് വർക്കിലായിരിക്കും. ഇതായിരിക്കും പാറ്റേൺ. നല്ലൊരു സിമ്പിൾ ബനാറസി ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഒരു സെറി വുവൺ സ്റ്റൈലുള്ള ബോർഡർ വരുന്നുണ്ട്. വളരെ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. കണ്ടാൽ നമുക്കൊരു ഹെവിനെസ് തോന്നും, പക്ഷേ വളരെ തിൻ ഫാബ്രിക്കാണ് വരുന്നത്. ചന്തേരി ലിനനും കൂടി മിക്സ് ആയിട്ട് തന്നെ സാരിയുടെ മെറ്റീരിയൽ. ഇത് നമുക്കൊരു ഓണം മെറ്റീരിയൽ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. നമുക്ക് ഏത് ഒക്കേഷനും ഒരു വെഡിങ് പോലുള്ള ഫംഗ്ഷനും നമുക്കൊരു സ്റ്റൈലിഷ് ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്കൊരു വെഡിങ്ങിനും നമുക്കിത് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. വളരെ കംഫർട്ടബിളാണ് മെറ്റീരിയൽ. മുന്താണിയിൽ ഈ ആപ്ലിക് വർക്കും ഹാൻഡ് വർക്കും കഴിഞ്ഞ് വരുന്ന പോർഷൻ വരുന്നത് ഒരു ഗോൾഡൻ ലൈൻസ് ആണ്. ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട് മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിന് പ്രിൻറ്റഡ് ബ്ലൗസാണ് ഇതിന് വരുന്നത്. ഫുൾ ആ ഒരു ആപ്ലിക് വർക്കിൻ്റെ അതേ കളർ കോമ്പിനേഷനിൽ തന്നെയുള്ള ഒരു കലംകാരി ഡിസൈനുള്ള പ്രിൻറ്റഡ് ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ ഫാബ്രിക് വരുന്ന ഒരു സെമി സിൽക്കാണ് ബ്ലൗസിൻ്റെ ഫാബ്രിക് വരുന്നത്. നെക്സ്റ്റ് ഓണം സാരീസ് വരുന്നത് നല്ലൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലാണ് സാരീസ് വരുന്നത് കേട്ടോ. ഇതും നല്ലൊരു പാറ്റേണിലാണ് വരുന്നത്. ഒരു സെമി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സെമി ലിനനിൽ നല്ലൊരു മൾട്ടിപ്പിൾ കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈൻസാണ് വരുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഈ സാരീസ് നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് പോലെ തോന്നും, പക്ഷേ ഫാബ്രിക് പെയിൻറ്റ് അല്ല. ഇത് ഫുൾ ത്രെഡ് വ്യൂ പാറ്റേണിൽ വരുന്ന സാരീസാണ്. നല്ലൊരു ചിക്കു വിത്ത് ഒരു ഐവറി ക്രീമാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം ഈ ടൈപ്പ് സാരീസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം വീണ്ടും സാരീസ് റീസ്റ്റോക്കിൽ വന്നതാണ്. സെയിം സാരീസ് തന്നെ. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു യെല്ലോ ആണ്. ഒരു മാംഗോ യെല്ലോ, ഒരു മസ്റ്റേർഡ് യെല്ലോ, മാംഗോ യെല്ലോ ആ ഒരു ഡ്യുവൽ ടോണിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ലീഫ് പാറ്റേൺസ് വരുന്നത് ഗ്രീനിൽ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു ഫീലാണ് വരുന്നത്, പക്ഷേ ഇത് പെയിൻ്റ് അല്ല, ഫുൾ ത്രെഡ് വീവ് പാറ്റേൺ ആണ്. കണ്ടോ വുവൺ ഡിസൈനിലാണ് വരുന്നത്. ത്രെഡ് വീവിലാണ് സാരി കംപ്ലീറ്റ് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. നല്ലൊരു കളർ പാലറ്റിലാണ് സാരി വരുന്നത് കേട്ടോ. ഫുൾ സാരിയിലും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലുള്ള ത്രെഡ് വീവ് മോട്ടീവ്സാണ് ഫുൾ ബോഡിയിലും വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഫുൾ സാരിയിലും വരുന്നുണ്ട്. കണ്ടോ പ്ലീറ്റ്സിലും ലോ പാർട്ടിലും അപ്പർ പാർട്ടിലും എല്ലാം ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബോർഡർലെസ് സ്റ്റൈലാണ് സാരി വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയലാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് മെറ്റീരിയൽ. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഞാനിപ്പോൾ ഡ്രേപ്പ് ചെയ്ത പോലെ തന്നെ ഈ ഒരു യെല്ലോ, മാംഗോ യെല്ലോ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതല്ല നമുക്ക് കോൺട്രാസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ സെൽഫ് കളറിൽ ഈ കളറിലെ ബ്ലൗസ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ, ഈ കളറിലെ ബ്ലൗസ് നമുക്ക് ഇതിനൂടെ പെയർ ചെയ്യാം. മുന്താണി നല്ലൊരു പാറ്റേണിൽ തന്നെ, മുന്താണിയുടെ എൻഡിൽ അതേ പാറ്റേണിൽ തന്നെ മാംഗോ യെല്ലോ ടാസിൽസ് ആണ് എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതായിരിക്കും സ്റ്റൈൽ വരുന്നത്. നെക്സ്റ്റ് സാരിയും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഫാബ്രിക്കും ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു ഫ്ലോറൽ ത്രെഡ് വർക്കിൻ്റെ കോമ്പിനേഷൻസ് മാത്രം മാറി മാറി വരും. ലീഫ് ഡിസൈൻസും ഓൾമോസ്റ്റ് ഗ്രീൻ തന്നെയാണ് വരുന്നത്. ഇതിൽ ഫ്ലോറൽ പാറ്റേൺ വരുന്നത് നല്ലൊരു ഹോട്ട് പിങ്ക് ആണ്, ഒരു ലോട്ടസ് പിങ്ക് ആണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഫുൾ സാരിയിലും ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. വിത്തൗട്ട് ബോർഡറാണ് സാരി വരുന്നത്. ഇതിലും ആ ഒരു ത്രെഡ് വീവിൻ്റെ ഞാൻ ക്ലോസ് ഷോട്ട് കാണിക്കാം. ഇതായിരിക്കും ത്രെഡ് വീവ് പാറ്റേൺസ് വരുന്നത്.
ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇതിൻ്റെ റിവേഴ്സ് സൈഡ് വരുമ്പം ഇങ്ങനെ വരും കേട്ടോ. ഇത് സാരിയുടെ ബാക്ക് സൈഡാണ്. ത്രെഡ് വൂവൺ പാറ്റേൺസ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും ബാക്ക് സൈഡിൽ വരുന്നത്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ ഇത്. ഇതിൻ്റെ ഞാൻ ഇപ്പം ബ്ലൗസാണ് ഈ ഒരു ഇതിൽ കാണിക്കും. ഇത് ഷെയ്ഡായിട്ട് കാണിക്കുന്നത്. ഇത് ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് ഹോട്ട് പിങ്കിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു കളർ വരുന്നത്. ബ്ലൗസും പ്ലെയിൻ അല്ല, ബ്ലൗസിലും ആ ഒരു ജെറി വൂവൺ ഒരു ജെറി വി പാറ്റേൺസും വന്നിട്ടുണ്ട്. ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള വീവ് ഡിസൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു റസ്റ്റിക് ഓറഞ്ച് ആണ് സാരിയുടെ ഷെയ്ഡ്. റസ്റ്റിക് ഓറഞ്ച് വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. അതേ ആ ഒരു പാറ്റേണും ഫാബ്രിക് എല്ലാം സെയിം തന്നെ, വർക്കും സെയിം അതേ സ്റ്റൈലിൽ തന്നെയാട്ടോ വരുന്നത്. റസ്റ്റിക് ഓറഞ്ച് ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് അതിൽ ലീഫ് പാറ്റേണിലായിരിക്കും ഗ്രീൻ വരുന്നത്, ലീഫ് ഡിസൈൻസ്. ഇതിൻ്റെയും റിവേഴ്സ് സൈഡ് സെയിം അതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ. ഇതായിരിക്കും ത്രെഡ് വൂവൺ പാറ്റേണിലുള്ള. ഇത് ബാക്ക് സൈഡ് ആട്ടോ സാരിയുടെ ഈ പാറ്റേണിലാണ് വരുന്നത്. ഞാൻ ഈ ബാക്ക് സൈഡ് എടുത്ത് കാണിക്കാൻ കാരണം ഇത് കണ്ടാൽ നമുക്കൊരു ഫാബ്രിക് പെയിൻറ്റ് പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു പാറ്റേണിലാണ്. അത്ര നല്ല ഫൈൻ ത്രെഡ് വർക്കാണ് സാരി വരുന്നത്. ഫുൾ സാരിയും സെയിം പാറ്റേൺ തന്നെ. ബ്ലൗസ് ആ ഒരു ജെറി വൂവൺ ലൈൻ പാറ്റേണിലാണ്, ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നത് ഗ്രേ ആണ്. ഗ്രേ ആൻഡ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം തന്നെ വിത്തൗട്ട് ബോർഡർ. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. ഇതാണ് ബ്ലൗസ് ആട്ടോ ഇത് കാണുന്നത്. ബാക്ക് സൈഡിൽ ബ്ലൗസ് ഉണ്ട്. ഇതാണ് ബ്ലൗസ് വരുന്നത്. സാരിയുടെ കളർ വരുന്ന ഒരു ലൈറ്റ് ചിക്കു ബ്ലെൻഡഡ് ഒരു ഐവറി ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പേർപ്പിൾ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഗ്രീൻ വിത്ത് പേർപ്പിൾ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിൻ്റെ പാറ്റേണിൽ തന്നെയാണ് സാരിയിൽ ത്രെഡ് വീവ് ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് വീവ് പാറ്റേൺസ് വരുന്നത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. എല്ലാ സാരീസിൻ്റെയും പല്ലുവിൽ ഒരു ജെറി വൂവൺ ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട് കേട്ടോ. ഒരു ത്രെഡ് വീവ് ഡിസൈൻസ് ആയിരിക്കും മുന്താനിയുടെ എൻഡിൽ വരുന്നത്. എല്ലാ സാരീസും ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഒരു ഗോൾഡൻ ജെറി ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട് സാരിയുടെ പല്ലുവിൽ. കളർ സെയിം തന്നെയായിട്ട് നമുക്കതങ്ങനെ ഒരു വിസിബിൾ അല്ല, പക്ഷെ ഫുൾ ഒരു ജെറി ലൈൻസാണ് ഈ ഒരു ഏരിയ വരുന്നത് സാരി. സാരി നമുക്ക് കൈ കിട്ടി കഴിയുമ്പോഴും കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇതിപ്പം വീഡിയോയിൽ ഇത് അത്രയ്ക്ക് ക്ലിയർ അല്ല, കാരണം ഒരേ കളർ തന്നെ ആയതുകൊണ്ട് ആ ഒരു ജെറി ലൈൻസും ബോഡി കളറും സെയിം തന്നെ ആയതുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാത്തത്. ഫുൾ ജെറി ലൈൻ പാറ്റേണിൽ വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ് സാരിക്ക്. ബ്ലൗസ് ഒരു ഇൻ്റർമീഡിയറ്റ് ലൈൻ പാറ്റേണിലായിരിക്കും എല്ലാ സാരീസിൻ്റെയും ബ്ലൗസ് വരുന്നത്, ജെറി വൂവൺ പാറ്റേണിൽ. ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഓണം കളക്ഷൻസിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇതും ആപ്ലിക് വർക്കിൽ തന്നെയാണ് സാരി വരുന്നത്. നല്ലൊരു ഐവറി ക്രീമും ചിക്കും കൂടി ചേർന്ന് വരുന്ന ആ ഒരു കളർ ടോൺ ഉണ്ടല്ലോ, ഒരു ബേജ് ചിക്കു ഐവറി ആ ഒരു കളർ ടോണിലായിരിക്കും സാരിയുടെ ബേസ് വരുന്നത്. ബോർഡർ ഇല്ല. ഇതും ഫുൾ ആപ്ലിക് വർക്കിൽ തന്നെയാണ് സാരി വരുന്നത്. ലോവർ പോർഷൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഫിഗർ മോട്ടീവ്സിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത് സാരിയിൽ. നല്ലൊരു പാറ്റേണിലാണ്. ഇത് പ്രിൻ്റ് അല്ല കേട്ടോ, ഫുൾ ആപ്ലിക് വർക്ക് തന്നെയാണ് വരുന്നത്. കണ്ടോ, നല്ലൊരു കളർഫുൾ പാറ്റേണിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. നമ്മൾ പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുമ്പം സെയിം ഇതേ സ്റ്റൈലിലുള്ളൊരു മോട്ടീവ്സ് ആയിരിക്കും, ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും സാരിയിൽ. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ലോവർ ഏരിയ വരിക പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുമ്പോൾ. അപ്പോൾ പോർഷൻ കംപ്ലീറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. ഇതിന് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് പ്രിൻറ്റഡ് ബ്ലൗസാണ്. കലംകാരി ഡിസൈനിലുള്ള പ്രിൻറ്റഡ് ബ്ലൗസ് വരുന്നുണ്ട്.